ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യാനൊക്കെ പോണേ കേട്ടോ. അപ്പോൾ കുറേ ചെടികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാനൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഗ്രില്ലിൽ മൊത്തം മാൻഡ്വില്ല പ്ലാന്റും പിന്നെ ചങ്ങലം പരണ്ട അതൊക്കെ ഞാൻ കയറ്റി വിട്ടേക്കണായിരുന്നേ. അപ്പോൾ അത് മൊത്തം ഇതിൽ നിറഞ്ഞ് ആകെ ഇങ്ങനെ കാട് പോലെ നിൽക്കണമായിരുന്നു. ഇത് ചങ്ങലം പരണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താനുണ്ട്. മാൻഡ്വില്ല പ്ലാന്റ് പടർത്തി കയറ്റി എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഉണ്ടാവണുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ നമ്മുടെ പോട്ടുകളൊക്കെ വെച്ചേക്കണതിൻ്റെ അടിയിൽ നിറച്ചും ഇങ്ങനെ ആ ഹോളിൽ കൂടി മണ്ണ് വീണ് നിറഞ്ഞേക്കണേ ആയിരുന്നു. ഇതൊക്കെ ഞാൻ വെട്ടിയിട്ടേക്കണതാണ് കേട്ടോ. കുറേ ചെടി വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് പുതിയതൊക്കെ പിടിച്ച് വരും കേട്ടോ. പിന്നെ കുറേ ചട്ടികൾ നമ്മുടെ പൊട്ടിയിരിക്കുന്ന ചട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ എൻ്റെ ചേട്ടനാണ് ഇതൊക്കെ സഹായിക്കണത്. ഗാർഡനിങ്ങിലൊക്കെ എന്നെ സഹായിക്കും ചേട്ടൻ. അപ്പോൾ ഇതിൻ്റെ ഈ മണ്ണ് ഞങ്ങൾ കളയില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. മണ്ണ് ഞങ്ങൾക്ക് ഒട്ടുമില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, മുറ്റം കണ്ടാൽ തന്നെ അറിയാമല്ലോ, മൊത്തം ടൈലിട്ടേക്കണേണ്. പിന്നെ ബാക്കിലൊരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം ഞാനിങ്ങനെ ബക്കറ്റുകളിലൊക്കെയാണ്. ബക്കറ്റ്, പിന്നെ പെയിൻറ്റ് പാട്ട, പിന്നെ പോട്ട്, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് പോട്ട്, അതിലൊക്കെയാണ് കൂടുതലും ഞാൻ പ്ലാന്റ്സൊക്കെ വെച്ചേക്കണത്. ഇത് ബാൻഡിങ് പ്ലാന്റ് നമുക്ക് ഹാങ് ചെയ്തിടാൻ വളരെ നല്ലതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനായിട്ട് ചെയ്യാം. പക്ഷേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടാൻ സ്ഥലമില്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ അതിലേക്ക് ചെയ്തേക്കണത്. പിന്നെ കുറേ ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് നിർത്താനുണ്ട്. അതിൻ്റെ കമ്പുകളൊക്കെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ തളിരലകൾ വരും. ഇതൊരു വൈറ്റ് കളറിലൊരു ഫ്ലവർ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ ഒരു 3-4 മാസത്തിന് കൂടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അടിച്ച് ക്ലീൻ ചെയ്യും. ഇതിൻ്റെ ഇടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞാൻ അടിച്ച് കൊടുക്കും കേട്ടോ. അത്രമാത്രം മണ്ണില്ലാത്ത കാരണം നമുക്ക് എപ്പോഴും അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. പക്ഷേ ഇതിലൊക്കെ പാമ്പ് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ പച്ചപ്പ് ഇങ്ങനെ ലീഫി പ്ലാന്റ്സ് ആയത് കാരണം. പിന്നെ വെള്ളം ഒഴിച്ചൊന്ന് അടിച്ച് അവിടെയൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് അതൊക്കെ ചേട്ടൻ ചെയ്ത് തരും കേട്ടോ. ചെടികളൊക്കെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ചെളിയൊക്കെ കൂടി അടിഞ്ഞിരിക്കണമായിരുന്നു. അതൊക്കെ നിറച്ചും ക്ലീൻ ചെയ്തു. ടൈലിട്ടേക്കണ കാരണം നമുക്ക് മണ്ണൊന്നുമില്ല. എല്ലാം ഇതുപോലെ തന്നെ പോട്ടുകളിൽ തന്നെ വെക്കേണ്ടി വരും. എൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ നിറയെ ഞാൻ ചെടികൾ, ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാം കേട്ടോ. സിറ്റ് ഔട്ടിൽ മൊത്തം ഞാൻ ചെടികൾ വെച്ചേക്കണമായിരുന്നു. നമുക്ക് കയറിപ്പോണ സ്പേസിൽ മാത്രം ചെടി ഇല്ലാത്തതിരുന്നു കേട്ടോ. അവിടെ മൊത്തം ചെടിയായിരുന്നു. പക്ഷേ അങ്ങനെ വെച്ചിട്ട് എന്ത് പറ്റി, എനിക്ക് ഡെങ്കിപ്പനി വന്നു. ഡെങ്കിപ്പനി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ വീടിൻ്റെ അടുത്ത് തന്നെ അടുത്തോട്ട് തന്നെ ഈ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടാണ്, മുഴുവനും ലീഫി പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ, ഈ ഡെങ്കിപ്പനി വന്നതെന്ന് പറഞ്ഞ്. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ആ പ്ലാന്റ്സൊക്കെ എടുത്ത് മാറ്റേണ്ടി വന്നു കേട്ടോ. അങ്ങനെ സിറ്റ് ഔട്ട് മൊത്തം പൊഴിഞ്ഞ് കിടക്കണതാണ്. ഒരു ചെടി പോലും ഞാനവിടെ വെച്ചിട്ടില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങിയപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഇരിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ ഇവിടെയൊക്കെ മൊത്തം ഡെങ്കുവിൻ്റെ കൊതുകുകളുണ്ട് കേട്ടോ. ഡെങ്കിപ്പനിയും കുറേ പേർക്കൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വന്ന് അതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞു. എല്ലായിടത്തും മാറ്റി. കുറേ പ്ലാന്റ്സൊക്കെ എനിക്ക് അങ്ങനെ പോയി കേട്ടോ. ടെറസിൻ്റെ മുകളിൽ വെച്ച് എല്ലാം കരിഞ്ഞു പോയി. പിന്നെ പാത്തിയിൽ ഞങ്ങൾ ഫിലാഡെൻഡ്രോൺ പ്ലാന്റാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അതിങ്ങനെ വലുതായി ഇങ്ങനെ കാട് പോലെ നിൽക്കണമായിരുന്നു. കാണാൻ നല്ല പച്ചപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് നിറച്ച് വേരുകൾ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓന്തും മരണയും അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പോട്ടേന്ന് വെച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉടുമ്പിൻ്റെ കുഞ്ഞുങ്ങളില്ലേ, അത് അപ്പുറത്ത് ബാക്കിലൊരു പറമ്പുണ്ട്, അതിൽ നിന്ന് വന്ന് ഇവിടെ ഈ കാണുന്ന ഈ ഫിലാഡെൻഡ്രോൺ പ്ലാന്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. കാരണം അത് ഈ കാണുന്ന സിറ്റ് ഔട്ടിൻ്റെ ഈ സ്റ്റെപ്പിലൊക്കെ വന്നിരിക്കും. ഭയങ്കര ഓട്ടമാണ് അതിന്. നമ്മുടെ അകത്തോട്ടങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കളയാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഉടുമ്പായത് കാരണം നമുക്കൊരു പേടിയും അരണയോ അതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ ഉടുമ്പ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഉടുമ്പ് കുഞ്ഞുങ്ങൾ. അങ്ങനെ അത് മൊത്തം ഞങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ പാത്തിയിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്ലാന്റ്സ് നടാമെന്ന് വിചാരിച്ചിരിക്കണേണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടേർട്ടിൽ വൈനാണ്. ടേർട്ടിൽ വൈൻ പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെയൊന്നും ചെടി വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് പെറ്റൂണിയ പ്ലാന്റ്, നാടൻ പെറ്റൂണിയാണ്. പെട്ടെന്ന് അങ്ങനെ ചീത്തായി പോകത്തില്ല. പിന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അത് കരിഞ്ഞ് പോണ പോലെ നമുക്ക് തോന്നുമ്പോൾ തന്നെ സ്റ്റെംസ് കട്ട് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് പിന്നെയും നമുക്ക് ആ ചെടികൾ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ അതങ്ങോട്ട് നശിച്ചു പോവേ. വെള്ളം അധികം ഒഴിക്കാണ്ടിരുന്നാൽ മതി. പിന്നെ ഇടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെടികൾ വെക്കാം. എനിക്ക് പൂക്കളയിലേക്കാൾ കൂടുതൽ ഇഷ്ടം ഇലച്ചെടികളാണ് കേട്ടോ. കാരണം അത് കുറച്ച് പച്ചപ്പായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.